ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് എന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ എനർജി? ഇന്ന് കർക്കിടകവാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മൂഡ് എനർജി പ്രിവലൻ്റ് ആയിരിക്കും. നമുക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് ഭയങ്കര ദേഷ്യം വരിക, മൂഡ് ഓഫ് ആയിട്ടിരിക്കുക, അങ്ങനെയുള്ള മൂഡ് സ്വിങ്സ് മോസ്റ്റ്ലി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കൂടുതലും ഇത് അഫക്റ്റഡ് ആവുന്ന ആളുകൾക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ 4, 6, 8 ഇങ്ങനെയുള്ള ഡേറ്റുകളുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇൻറ്ററാക്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ 2 എന്ന അക്കം ഉണ്ടെങ്കിലൊക്കെ, 2 റിപ്പീറ്റഡ്ലി 2 വരുന്നുണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പേഴ്സ് കൂട്ടുമ്പോൾ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിലെ നമ്പേഴ്സ് കൂട്ടുമ്പോൾ 2 വരുന്നത്, ലൈഫ് പാത്ത് നമ്പർ 2 ഒക്കെ ഈ ഒരു മൂൺ എനർജി ഭയങ്കര പ്രിവലൻ്റ് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ എല്ലാ ന്യൂ മൂൺ ഡേയിലും ഫുൾ മൂൺ ഡേയിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് കർക്കിടക മാസത്തിലെ കർത്തവായതുകൊണ്ടും കൂടെ കുറച്ചും കൂടെ അത് നമ്മുടെ ഇമോഷൻസിനെ അത് കുറച്ചൊന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് മൂഡ് സ്വിങ്സ് കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. വേറെ എന്തെങ്കിലും കൊണ്ടാണെന്നൊന്നും വിചാരിക്കേണ്ട, മൂഡ് സ്വിങ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആദ്യമേ പറയുവാണേ. ഓക്കെ, എന്തൊക്കെയാണ് മറ്റ് എനർജികളെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് കിങ് ഓഫ് സോർഡ്സ് ആണ്. വീണ്ടും മൂഡ് സ്വിങ്സ് കൊണ്ട് തന്നെ ആയിരിക്കും. ഒരു വഴക്കിൻ്റെ എനർജിയാണ് കേട്ടോ. ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ വെറുതെ ദേഷ്യം തോന്നുന്ന ഒരു എനർജിയാണ്. അത് കൂടുതൽ നമ്മൾ ഇമോഷണലി അല്ല, തലച്ചോറ് വെച്ചിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇമോഷണലായിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളെ പോലും നമ്മളിന്ന് കുറച്ച് വൈകാരികത മാറ്റി വെച്ചിട്ട് കുറച്ച് ബ്രെയിൻ വെച്ചിട്ട് ആലോചിക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരു ആളുകളോട് പെരുമാറുന്നത് വൈകാരികമായിട്ടാണെങ്കിൽ, നമ്മൾ ഇന്ന് കുറച്ച് ബോൾഡായിട്ട് കുറച്ച് എന്താണ് സ്റ്റേണായിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ ഇങ്ങനെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വെറുതെ ആളുകളോട് ദേഷ്യം തോന്നുക, നിങ്ങളോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് തന്നെ ഭയങ്കര ദേഷ്യം തോന്നാനുള്ളൊരു എനർജി. ഇതൊരു വഴക്കാളിക്കാടാണ് ഈ കിങ് ഓഫ് സോഡ് എന്ന് പറയുന്നത്. ഒരുതരം വാളും വെച്ച് വെട്ടാൻ നിൽക്കുന്ന ഒരാളാണ്, രാജാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു എനർജിയിലാണ് നിങ്ങളുള്ളത്. എല്ലാവരോടും ഒരു ദേഷ്യം പോലെ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, മേ ബി നിങ്ങളുടെ മൂഡ് സ്വിങ്സ് കൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് ഇമോഷണലി അല്ല, ബ്രെയിൻ ഉപയോഗിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കുക. അതായത് വൈകാരികമായിട്ട് പോകരുത്. മറ്റുള്ള അവർക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ അവർക്ക് കഷ്ടമുണ്ട്, അവർക്ക് ഞാനിങ്ങനെ ചെയ്താൽ അവർക്ക് പ്രശ്നമാകും എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. നിങ്ങൾ വൈകാരികമായിട്ടല്ല ഇന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇന്ന് നിങ്ങൾ ബോൾഡായിട്ട് തന്നെ തീരുമാനം എടുക്കണം. അതിൻ്റെ പേരിൽ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഇന്ന് അങ്ങനെയാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. വഴക്കുകൾക്ക് പക്ഷം ചേരാൻ പാടില്ല. അവിടെ നമ്മൾ അൺബയസ്ഡ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഇതേ ഈഗോ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു ഈഗോ ക്ലാഷ് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ ഈഗോയെ തൽക്കാലം ഒന്ന് വിത്ത് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ 1-2 ദിവസം നിങ്ങളുടെ ഈ ഒരു എനർജി ഒന്ന് ഷിഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് പതുക്കെ കൺട്രോളിൽ പോകുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ 2 ദിവസമായിട്ട് കിങ് ഓഫ് സോഡ് എന്നുള്ള കാർഡ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തോ ഒരു മൂഡ് ചേഞ്ച് നിങ്ങളിൽ വരുന്നുണ്ട്, എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ വരുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ചിലപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് മെൻസ്ട്രൽ പീരീഡ്സിൻ്റെ ഒക്കെ സമയമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഹോർമോണൽ ചേഞ്ചസ് വരുന്നത് കൊണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ആ ഒരു ഫേസ് ഒന്ന് കടന്നു പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് നല്ലത്. വഴക്കുണ്ടാക്കാൻ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വഴക്കുണ്ടാകാൻ പോകണ്ട കേട്ടോ. ദെൻ ഏസ് ഓഫ് വാണ്ട്സ് ഒരു പുതിയ തുടക്കം എന്നാണ്. മേ ബി പുതിയൊരു ജോബ് കിട്ടി ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങളോട് മിണ്ടാതിരുന്ന ആളുകളിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു പുതിയ കാര്യം ചെയ്ത് തുടങ്ങുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ
വളരെ ഇഷ്ടപ്പെട്ട് പാഷനേറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ നിങ്ങളത് വീണ്ടും പുനരാരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്താലോ എന്നൊരു ആശയം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. അങ്ങനെ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലോ അല്ലെങ്കിൽ ഒരു പഠിച്ചാലോ എന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല സമയമാണ് നിങ്ങൾക്കത് ഇന്നേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇന്ന് തന്നെ അതിനുള്ള മുന്നോട്ടുള്ള നടപടികൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ മനസ്സിൽ എന്തെങ്കിലും പുതിയ ആശയം എന്ന് തോന്നുന്ന ആളുകൾ നിങ്ങളൊന്നും പേടിക്കേണ്ട, നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഏറ്റവും നല്ല സമയം എന്നാണ് കേട്ടോ. ഇന്നേ ദിവസം വളരെ നല്ലൊരു സമയമാണെന്നാണ് കേട്ടോ. ദെൻ നൈറ്റ് ഓഫ് വാൺസ് ആണ്. ഇത് തന്നെയാണ്, വളരെ പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങളെ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, പെട്ടെന്ന് ജോലികൾ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തീരുമാനമെടുത്ത കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റും, വേഗതയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, അധിക വേഗതയിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. വളരെ പാഷനേറ്റ് ആയിരിക്കും, വളരെ അഭിനിവേശത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നു, ആ ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് വാൺസ്. അതായത് വിശ്വസിക്കാവുന്ന ഒരാളായിരിക്കും നിങ്ങൾക്ക്, നിങ്ങൾ വിശ്വസിക്കാവുന്ന ഒരാളായിരിക്കും. അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ വളരെ പാഷനേറ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് ആരെങ്കിലും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ, അവർ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് വളരെ നല്ല പക്വമായ തീരുമാനം എടുത്തിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അതുപോലെ അവർ വളരെ ഇമോഷണലി ആൻഡ് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം എന്നുള്ളതാണ് നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്. പിന്നെ ഇതൊരു ഒരുതരം ഒരു ഫിസിക്കൽ ഡിസയറിൻ്റെയും കൂടിയാണ് കേട്ടോ, ഒരു ഫിസിക്കൽ ഇൻറ്റിമസി, ഫിസിക്കൽ ഡിസയറിൻ്റെയൊക്കെ ഒരു കാർഡും കൂടിയാണ് നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് 7 ഓഫ് കപ്സ് ആണ്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ, ഒരു ഫോക്കസ് ഇല്ലായ്മ ഫീൽ ചെയ്യും. അതായത് അത് വേണോ ഇത് വേണോ, അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, ഒരുപാട് സാഹചര്യങ്ങളായിരിക്കാം, ഒരുപാട് ഓപ്ഷൻസ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാവും, ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് നമുക്കറിയാത്ത വിധം നമ്മൾ കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ് ഈ 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അതായത് ഒന്നിലധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, പല കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ്ഡ് ആവുക. അപ്പോൾ പ്രത്യേകിച്ച് ഒരെണ്ണത്തിലായിട്ട് നമ്മുടെ ഫോക്കസ് നിൽക്കത്തില്ല, പലയിടത്തിലായിട്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ ശ്രദ്ധയും ചിതറി കിടക്കും. അപ്പോൾ നമുക്ക് ഫോക്കസ് ഇല്ലായ്മ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്നേ ദിവസം പല കാര്യങ്ങളായിരിക്കും, പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. എന്നും ചെയ്യുന്നതല്ലാത്ത പല കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യാൻ സാധ്യതയുണ്ട്. മേ ബി വീട് വൃത്തിയാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. വീട് വാങ്ങിക്കുക, വിൽക്കുക, വീട് പണി നടത്തുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കും. പർച്ചേസിങ്ങിന് പോകുന്നുണ്ടായിരിക്കും. ഈ രണ്ടാമത്തെ കപ്പ്, ഈ 7 ഓഫ് കപ്പിലെ രണ്ടാമത്തെ കപ്പ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ക്ലോത്ത്സ് ആണ്. അപ്പം പർച്ചേസിങ്ങിന് പോകുന്നുണ്ടായിരിക്കാം. ദെൻ പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടുന്ന ഹോം അപ്ലയൻസസ് മേടിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ വണ്ടിക്ക് ചെറിയ റിപ്പയറുകൾ വരുന്നതായിരിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ പാരമ്പര്യ വീടുകളുണ്ടല്ലോ, അതായത് നിങ്ങളുടെ ആൻസസ്ട്രൽ ഹൗസുകളിലേക്ക് തിരിച്ചു പോകും, അങ്ങനെ ഒരു എനർജി ഉണ്ട്. പരമ്പരാഗതമായിട്ട് കൈമാറി വന്നിട്ടുള്ള നിങ്ങളുടെ വീടുകൾ ആൻസസ്ട്രൽ ഹൗസിലേക്ക് ചിലപ്പോൾ തിരിച്ചു പോകുന്നുണ്ടായിരിക്കും, കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ടായിരിക്കാം. അത്തരത്തിലേക്കുള്ളൊരു എനർജിയാണ് ഈ 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ എന്നും ചെയ്യുന്നതല്ലാത്ത ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നുണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നെ ഇത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ റീയൂണിയൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ഗെറ്റ് ടുഗദറിലോ ഒരു കല്യാണത്തിലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഗ്യാതറിങ്ങിൽ നിങ്ങൾ ചിലപ്പോൾ പങ്കെടുക്കുന്ന ഒരു സെലിബ്രേഷന് ചിലപ്പോൾ പങ്കെടുക്കുന്നുണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. നെക്സ്റ്റ് മജീഷ്യനാണ്. ഇതൊരു മാജിക്ക് സംഭവിക്കുക, മിറാക്കിൾ സംഭവിക്കുക എന്നൊക്കെയാണ്. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നമ്മളിലേക്ക് വന്ന് ചേരുന്ന എനർജിയാണ് മജീഷ്യൻ എന്ന് പറയുന്നത്. അതായത് നമുക്കിന്ന് ഡിവൈൻലി ഭയങ്കര കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര ഇൻഡ്യൂഷൻ ആയിരിക്കും. അതുപോലെ നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും ഇന്നത്തെ ദിവസം അത് നമുക്ക് നമ്മളിലേക്ക് വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കിന്ന് ഡിവൈൻ കണക്ഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മജീഷ്യൻ്റെ കാർഡ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്താഗ്രഹം സാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട് എന്താ എനിക്കിന്നൊന്ന് ചന്ദ്രനിൽ പോകണമെന്നപ്പോൾ എന്താല്ലേ. അപ്പോൾ നിങ്ങൾ കൊച്ചു കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും അത് നടക്കും. അപ്പോൾ കുഞ്ഞു കാര്യങ്ങൾ, എനിക്കിന്ന് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം പായസം കുടിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരമുള്ള എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല വസ്ത്രം വാങ്ങിക്കണം എന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിനൊരു ടൈം
കൺസ്ട്രെയിൻ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് നിങ്ങൾ എങ്ങനെ മനസ്സുകൊണ്ട് ഏത് കളറുള്ള വസ്തുവാണ് എന്താണ് ഇങ്ങനെ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് അത് വരും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എനർജി എന്നാണ്. നിങ്ങൾ അങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടിക്കൂട്ടിക്കൊണ്ട് വരേണ്ടത് കേട്ടോ. കൊച്ചു കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുത്തുകൊണ്ട് വേണം പുതിയ കാര്യങ്ങൾ നമ്മൾ നേടാനായിട്ട്. അതാണ് മജീഷ്യൻ. പിന്നെ ഇത് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതും അത്തരത്തിലുള്ള ഒരു എനർജിയാണ് കേട്ടോ. അതെപ്പോഴും മജീഷ്യൻ്റെ കാർഡ് വരുമ്പോൾ ഞാൻ പറയുമല്ലോ, പൂജകൾ ചെയ്യുന്നതായിരിക്കാം. മോസ്റ്റ്ലി പ്രത്യേകിച്ചും എന്തെങ്കിലും പ്രത്യേക വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്ന ദിവസമാണ്. ഹൈ എനർജി ആയിരിക്കും. ഒന്നാമനാണ്. അപ്പോൾ ഇന്നെന്തെങ്കിലുമൊക്കെ മത്സരങ്ങളിലോ ഒക്കെ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാമനായിരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതിൻ്റെ ഒരു കോൾ ലെറ്ററൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്ററൊക്കെ ആയിരിക്കും കിട്ടാനായിട്ട് സാധ്യതയുണ്ടെന്നാണ്. അതുപോലെ ഒരു മാജിക് ആയിരിക്കും, ഒരു മിറാക്കിൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഇന്ന ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് മജീഷ്യൻ്റെ എനർജി പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് വാൺസ് ആണ്. ഇത് വീണ്ടും നമ്മൾ വളരെ പാഷനേറ്റായിട്ടൊരു കാര്യം ചെയ്യുക, അതിൻ്റെ ഏറ്റവും ഹൈറ്റിൽ ഏറ്റവും മുകളിൽ നമ്മളെത്തുക. അതിനുശേഷം നമ്മൾ അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തത് ഇപ്പോൾ നമ്മൾ ഒരുപാട് അറിവുള്ള ആളാണ്, ഒരുപാട് പരിചയമായി, കാരണം നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു, അത് ചെയ്ത് അതിൻ്റെ പാരമ്യതയിലെത്തി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊരു ഉത്തമ ബോധ്യമുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ എന്തുണ്ട്, ഇയാൾക്ക് ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. അപ്പോൾ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരാൾ പുതിയൊരു മേഖലയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചാണ് നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ പുതിയൊരു പാഷനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കാം. ഇതുവരെ ചെയ്തിരുന്നതല്ലാത്ത മറ്റൊരു ജോലിയിലേക്കോ മറ്റൊരു ഏർണിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതിനെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളിപ്പോൾ ഓൾറെഡി എന്തെങ്കിലും ഒരു ജോലി ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മറ്റ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു കടയുണ്ടെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസ് തുടങ്ങുന്നതിനെക്കുറിച്ചായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നവരാണെങ്കിൽ മറ്റ് പ്രോഡക്റ്റ്സും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നതിനെക്കുറിച്ചായിരിക്കാം. അപ്പോൾ പുതിയൊരു മേഖലയിലേക്കും കൂടെ വ്യാപിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇന്ന് മൊത്തത്തിലൊരു നമ്മളെന്താ ഈ കാര്യങ്ങളെ അലംഭാവം കാണിക്കുക എന്ന് പറയത്തില്ലേ, ആ ഒരു എനർജിയാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിലോടൊരു വിമുഖത പോലെയൊക്കെ ചിലർക്ക് തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ഫൂളാണ്. ഇത് വീണ്ടും പറയുന്നത് പോലെ നമ്മുടെ ഒരു യാത്രയുണ്ട് എന്നാണ്. ചിലപ്പോൾ ഒരു തീർത്ഥാടനമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിനെ എല്ലാം ഒഴുക്കിക്കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമെന്ന് പറയത്തില്ലേ, പാസ്റ്റിനെ എല്ലാം പിന്നിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്ര പോയിട്ട് നമ്മളൊരു തീർത്ഥാടനത്തിന് പോകുന്നതായിരിക്കാം, ഒരു ട്രിപ്പ് പോലെ പോകുന്നതായിരിക്കാം, ചിലപ്പം ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയായിരിക്കാം. എന്തായാലും ഒരു പുതിയ തുടക്കം എന്നാണ് ഫൂൾ കാർഡ് പറയുന്നത്. അപ്പോൾ പഴയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും, അതിനെല്ലാം മാറ്റി പുതിയൊരു വളരെ ഫ്രഷായിട്ട് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു തുടക്കത്തിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഫൂൾ പറയുന്നത്. യാത്രയുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങളെ നേരത്തെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇപ്പം ഞാൻ ഒരുപാട് മാറിപ്പോയി എന്ന് നിങ്ങൾ തന്നെ ഇന്ന് പറയും. അങ്ങനെ പറയുന്ന ഒരു എനർജിയാണ് ഫൂൾ. അതായത് പഴയ നിങ്ങൾ ഒരുപാട് മാറി, ഇപ്പോൾ ഞാൻ വളരെ പുതിയൊരാളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അത് നിങ്ങൾക്ക് മറ്റുള്ളവരോടൊക്കെ പറയാനും ഒക്കെ പറ്റുന്ന ഒരു എനർജിയാണ് ഫൂൾ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഡബിൾ കാർഡാണ്. ഇത് വല്ലാത്തൊരു അഡിക്ഷൻ, ഒബ്സഷൻ ചില കാര്യങ്ങളോട് തോന്നുന്നതാണ്. മേ ബി അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങളെ നമ്മൾ അധികമായിട്ട് ആവശ്യത്തിലധികം നമ്മൾ ഉപയോഗിക്കുകയോ ആവശ്യത്തിലധികം നമ്മളതിന് പരിഗണന കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിനാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് ബന്ധങ്ങളിലായിരിക്കാം, ഇനി അതല്ല നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളോടായിരിക്കും. ചിലർക്ക് ഡ്രസ്സിനോട് ഭയങ്കര അഡിക്ഷൻ ആയിരിക്കും, ചിലർക്ക് ഫുഡിനോട് അഡിക്ഷൻ ആയിരിക്കും, ചിലർക്ക് ഡ്രഗ്സിനോടായിരിക്കും, ചിലർക്ക് ആൽക്കഹോളിക് ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്തിനോടാണ് ഭയങ്കരമായ ഒബ്സഷൻ ഉള്ളത് അത് ഇന്ന് ഭയങ്കര പ്രിവലൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു അഡിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ആ അഡിക്ഷൻ എന്തിനോടും ആകാം കേട്ടോ, എന്തിനോടും അഡിക്ഷൻ ആവാം. അല്ലാത്തൊരു ഒബ്സഷൻ തോന്നുന്നതായിരിക്കും, അല്ലാത്തൊരു ഫിസിക്കൽ ഡിസയർ തോന്നുന്നതായിരിക്കും. അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഡബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ ഒരു നിയന്ത്രണം, ശ്രദ്ധ ആവശ്യമാണ്. എല്ലാം ഒരു പരുവത്തിനൊക്കെ മതി. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പം ഒരു പരുവത്തിനൊക്കെ വേഗത്തിലൊക്കെ ഓടിച്ചാൽ മതി, വളരെ വേഗത്തിലൊന്നും ഓടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ആളുകളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അതുപോലെ മറ്റുള്ളവരുടെ കണ്ണ് കിട്ടാത്ത വിധം നമ്മൾ നമ്മുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം.
എല്ലാ കാര്യങ്ങളൊന്നും ഇപ്പോൾ എല്ലാവരോടും പറയേണ്ട ആവശ്യം ഇല്ല. അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഡബിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്നതായിരിക്കാം. അത് നമ്മുടെ ഒരു സംസാരത്തിൽ കൂടെ വരുന്നതായിരിക്കാം. നമ്മളെ കാണുമ്പോൾ ആളുകൾക്ക് അവളുടെ ഒരു പോക്ക് കണ്ടോ, അല്ലെങ്കിൽ അവൾ നമ്മുടെ ഒരു അറ്റയർ, നമ്മുടെ പുറമേ ഉള്ളൊരു നമ്മുടെ ഒരു ഇമ്പ്രഷൻ, നമ്മളുണ്ടാക്കുന്നൊരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ, നമ്മളെ കാണുമ്പോൾ ഒരു ലുക്ക്, ആ ലുക്കൊക്കെ തന്നെ ആളുകൾ കാണുമ്പോൾ നമ്മളെ അവരുടെ ഒരു നോട്ടം നമുക്ക് നെഗറ്റീവായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ എനർജി ലോസ് ആയി പോകും. നമ്മൾ എവിടെയെങ്കിലും പോയിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും. നമ്മുടെ എനർജി ഫുള്ള് ലോസ് ആയിട്ട് നമുക്ക് പിന്നെ അവിടെ കട്ടലിൽ കയറി കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഈ ഡബിൾ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ റിലേഷൻഷിപ്പുകളിലുള്ളവർ മറ്റുള്ള ആളുകളുടെ എനർജി കാരണം വഴക്കുകൾ ഉണ്ടാകാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ് ഈ ഡബിൾ കാർഡ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് 5 ഓഫ് കപ്സ് ആണ്. ഒരു നിരാശയിൽ നിൽക്കുന്നു എന്നൊക്കെയാണ്. ഇതൊരു ചിലപ്പോൾ ഒരു വഴക്കൊക്കെ ആയിരിക്കാം. ക്യൂൻ ഓഫ് കപ്സ്, ഒരു 4 ഓഫ് കപ്സ് ബോട്ടം വരുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ഇതൊരു നഷ്ടത്തിൻ്റെയാണ്. 4 ഓഫ് കപ്സും 5 ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും ഒക്കെ വരുമ്പോൾ ചിലർക്ക് ഒരു നഷ്ടം സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മേ ബി റിലേഷൻഷിപ്പിലുണ്ടാകുന്ന വഴക്കുകൾ, ഡബിൾ കാർഡൊക്കെ, അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കാരണം നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകുന്നതും വഴക്കുണ്ടാക്കിയതിന് ശേഷം നമ്മൾ അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നതോ, നിരാശ തോന്നുന്നതോ, നമുക്കൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നതോ, അല്ലെങ്കിൽ ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് വല്ലാത്ത ഡിപ്രഷൻ പോലെ തോന്നുന്നൊക്കെ ആയിരിക്കും. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടത്. ഇത് പ്യുവർലി മൂൺ എനർജിയാണ്. ഈ നിരാശക്കടുത്ത നിരാശ തോന്നുന്നത്, ഈ പറഞ്ഞ 5 ഓഫ് കപ്സ് നഷ്ടബോധം തോന്നുന്നത് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിരാശ തോന്നുന്നതും ഈ ഫീലിംഗ് എല്ലാം വരുന്നത് മൂൺ എനർജി കൊണ്ടാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളിത് മൈൻഡ് ചെയ്യേ വേണ്ട. ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. ഈ ക്യൂൻ ഓഫ് കപ്സും പറയുന്നത് നിങ്ങൾക്ക് വല്ലാത്ത മിസ്സിങ് ഫീൽ ചെയ്യുക, മൂഡ് സ്വിങ്സ് തോന്നുക, ചില കാര്യങ്ങളോട് വല്ലാത്ത ഒബ്സഷൻ തോന്നുക, പിന്നെ തന്നെ ഇരുന്ന് കരയുക, തന്നെ ഇരുന്ന് ചിരിക്കുക, അത്തരത്തിലൊക്കെ ഉള്ളൊരു എനർജിയാണ്. പെട്ടെന്ന് മൂഡിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് ഹീല് ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ ഹീല് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ ഹീല് ചെയ്തു എന്ന് നമ്മൾ വിചാരിച്ച പല കാര്യങ്ങൾ, അതായത് പാസ്റ്റിൽ നടന്നിട്ട് നമ്മൾ അതിൽ നിന്നെല്ലാം റിക്കവേർഡ് ആയി എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് വീണ്ടും വന്ന് നിങ്ങളെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളതിനെ കണ്ടെല്ലാം നടിക്കുക. ആ ചിന്ത വരുമ്പോൾ തന്നെ ചിന്തയെ ക്യാൻസൽ ചെയ്ത് വിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, അപ്പുറത്ത് ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് വന്നതാണേ. അപ്പോൾ പട്ടികൾ ഓരിയിരുന്ന് ഒച്ച കേൾക്കുന്നുണ്ടോ? കണ്ടോ, കേട്ടോ എന്ന് വിചാരിക്കുന്നു. ഇത് എപ്പോഴും ഇല്ല, പക്ഷേ ചില ആംബുലൻസ് വരുമ്പോൾ ഈ ശബ്ദം ഇങ്ങനെ കേൾക്കാറുണ്ട്. ഇതിങ്ങനെ നമുക്കത് മനസ്സിലാവും ആൾ ചിലപ്പോൾ രക്ഷപ്പെടത്തില്ല എന്നുള്ളത്. ഇത് എപ്പോഴും അല്ല കേട്ടോ, എപ്പോഴും ആംബുലൻസ് വരും, പക്ഷേ ചില ആംബുലൻസുകൾ അങ്ങനെ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ പട്ടികൾ ഇങ്ങനെ ഓരിയിടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ സീരിയസ് ഇഷ്യൂ വരുന്നതായിരിക്കും, ചിലപ്പോൾ ആൾ രക്ഷപ്പെടത്തില്ലായിരിക്കും എന്നൊക്കെ നമുക്ക് തന്നെ തോന്നും. നമ്മളെപ്പോഴും പറയത്തില്ലേ, പ്രകൃതിക്കാണ് കുറച്ചും കൂടെ നന്നായിട്ട് ഈ ഇതിൻ്റെ ചലനങ്ങൾ അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കാണ് നമ്മളെക്കാൾ നന്നായിട്ട് ഇതിൻ്റെ ചലനങ്ങൾ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഈ എനർജി വ്യത്യാസമുള്ള ആളുകളെ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ആ ശബ്ദം കേട്ടപ്പോൾ കേൾപ്പിച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറയും പട്ടി വരയ്ക്കുന്നുണ്ടെന്ന് കേൾക്കാൻ പറ്റിയില്ലെന്ന്, അതുകൊണ്ട് കേൾപ്പിച്ചാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഒരു എനർജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടവർക്ക് ഡിസ്ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.